ഡോഗിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ഡോഗി എന്ത് പറ്റി? വാവ്, ഇത്രയും വലിയ ബാറ്റ്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അതിശയം തന്നെ. ഇത് ശരിക്കുള്ള ബാറ്റ്സ് അല്ല, ഏലിയൻ ആയിരിക്കും. ഇത്രയും വലിയ ബാറ്റ്സ് ഒരിക്കലും ഉണ്ടാവില്ല. ഇതെല്ലാം വേദനഗരത്തിലേക്കാണല്ലോ പോകുന്നത്. നിക്ക് നിക്ക്, ഞാനും വരുന്നുണ്ട്. എന്നെ കൊണ്ടുപോ. എന്തൊക്കെയുണ്ട്, സുഖാണോ? ഞാൻ ഇപ്പൊ തന്നെ ഒരു പുതിയ രാഗം ആലപിച്ച് ഇവനെ ഉടനെ ഓടിക്കുന്ന. അതൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം. ആദ്യം ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കൂ. വേഗം വന്നേ ഇങ്ങോട്ട്. എല്ലാവരും ഇത്ര വേഗത്തിൽ എങ്ങോട്ടായി ഓടുന്നത്? ലഡോ സിംഗ് സാറേ, സിറ്റിയില് വലിയ രാക്ഷസൻ പക്ഷികൾ വന്നിട്ടുണ്ട്. വലിയ വവ്വാല്. ഓടിക്കോ. വവ്വാലോ? വവ്വാലിനെ കണ്ടിട്ടാണോ നിങ്ങളൊക്കെ പേടിച്ച് ഓടുന്നത്? ലഡ്ഡു സിംഗ് എന്നെ പേര് വെറുതെ അല്ല ഫേമസ് ആയത്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു വവ്വാലിനും എന്നെ രാത്രി പോലും പേടിപ്പിക്കാൻ കഴിയില്ല. എന്നിട്ടാണോ ഈ പകല്? വരാൻ പറ, എവിടെയാണ്? അതെ, ഞാനൊരു തമാശ പറഞ്ഞതാണ്. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ. ശിവ, ശിവ, ലഡു സിംഗ് സാറിനെ അത് കൊണ്ടുപോയി. ശിവ, ശിവ രക്ഷിക്കണേ. എന്റെ ശിവ വന്നല്ലോ, എന്റെ ശിവ വന്നല്ലോ. വെറുതെ വിട് വവ്വാലേട്ടാ, ഇതൊരിക്കലും ഞാൻ ചാലഞ്ച് ചെയ്യില്ല. എന്നെ ഒന്ന് താഴെ ഇറക്കാൻ നോക്ക്. താങ്ക് യു ശിവ, നീ തക്ക സമയത്താ വന്നത്. അല്ലെങ്കിൽ ടാറ്റ പറഞ്ഞ് ഞാൻ ആ വവ്വാലിനോടൊപ്പം വാരാണസിക്ക് പോയിട്ട് വന്നേനെ. ചിന്താരാചാര്യ, നീ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. എന്റെ റോബോട്ടിക് ബാറ്റിനെ നീ ഉപയോഗിച്ച് നഗരം മുഴുവൻ നശിപ്പിക്കുന്നത് തെറ്റാണ്. ടാഗോർ സാറേ, ഈ ചിന്തയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. ചിന്ത കൂടുതലായാലുണ്ടല്ലോ പലതരത്തിലുള്ള രോഗം നമുക്ക് വരും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ഉണ്ടാക്കിയ റോബോട്ടിക് ബാറ്റ്സിന്റെ പ്രവൃത്തികൾ കണ്ട് ഞാൻ ആകെ സന്തോഷത്തിലിരിക്കുകയാണ്. താനാണ് മിടുക്കന. ഇങ്ങനത്തെ ബാറ്റ്സ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കി? മിടുക്കൻ. നീ ലോകത്തിൽ ഏറ്റവും ചീത്ത മനുഷ്യനാണ്. നിന്നെ വിശ്വസിക്കരുത്. അങ്ങനെ പറയരുത്. ഞാനുണ്ടല്ലോ വളരെ നല്ല മനുഷ്യനാ. നല്ലത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പോയത്. അപ്പോ നല്ലവരാർക്കും എന്റെ മനസ്സ് മനസ്സിലായില്ല. എന്റെ മനസ്സ് എന്താ പറഞ്ഞെന്നറിയോ? എന്നെക്കാളും നല്ലവൻ ഈ ലോകത്താരുമില്ലെന്ന്. എന്ത് പൊട്ടത്തരാ നീ പറയുന്നത്? എന്നെ പോലെ ഒരു ദുഷ്ടൻ ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. വേഗവന്റെ വായു നടക്ക്. അല്ല, പിന്നെ ഒരു കാര്യം പറയൂ. പേടിത്തൊണ്ടനായ പോലീസുകാരെ ഏതൊരു കുട്ടിയാണ് വന്ന് നമ്മുടെ രാക്ഷസ റോബോട്ടിക് ബാറ്റ്സിന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയത്? അവൻ ഈ നഗരത്തിൽ തന്നെ ഉള്ളവനാണ്. നീ എന്താ പറഞ്ഞ? ഈ നഗരത്തിലുള്ളവനോ? പിന്നെ എന്താണോ വായി നോക്കി നിൽക്കുന്നത്? പോടാ, പോയി ആ കുട്ടിയെ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വരാ നോക്ക്. ലഡു സിംഗ് സാർ, ഇതെന്താ? ശിവ, വവ്വാലിന്റെ അടുത്ത് രക്ഷപ്പെടാൻ വേണ്ടി ഞാനൊരു പുതിയ ഐഡിയ കണ്ടുപിടിച്ചതാണ്. ഇനി അത്ര പെട്ടെന്ന് അവർക്ക് മോളിൽ തന്നെ കാണാൻ സാധിക്കില്ല. അവർ ഈ പൂക്കളും ചെടികളൊക്കെ കണ്ടാ പിന്നെ എന്റെ ഭാഗത്തേക്ക് വരേയില്ല. ലഡു സിംഗ് സാറേ, ചിലപ്പോ ആ ബേർഡ്സ് വഴി തെറ്റിങ്ങോട്ട് വന്നതായിരിക്കാം. ചിലപ്പോ അതൊക്കെ ഒരുപാട് ദൂരെ പോയി കാണും. പേടിക്കണ്ട.
ബോസേ ആ കുട്ടിയെ കണ്ടുട്ടോ. അവൻ ഇൻസ്പെക്ടറുടെ കൂടെ തന്നെ നിപ്പുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ ആ കുരുത്തം കെട്ട കുട്ടിയുടെ കാര്യം ഞാൻ ശരിയാക്കുന്നുണ്ട്. ആ? ആ? രേവാ! കൊള്ളാം കൊള്ളാം, എനിക്കിത് വളരെ രസമായി തോന്നുന്നു. വിടില്ല ഞാൻ. ഇനിയിപ്പൊ കാണാം ആ കുട്ടി ഇനി എന്താ ചെയ്യാൻ പോകുന്നത്. ദുഷ്ടാ, നീ എന്തിനാ കുട്ടികളെ പേടിപ്പിക്കുന്നത്? അങ്ങനെയൊന്നും ചെയ്യല്ലേ. ഇവിടെ വയോസ് ഉണ്ടല്ലോ. ഓ, അപ്പൊ ഇത് റോബോട്ടിക് ബാറ്റ് ആണല്ലേ? ഇല്ല ഇല്ല, എന്റെ ഒരു ബാറ്റ് അവൻ നശിപ്പിച്ചു. ആ കുട്ടീനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഇപ്പോഴവന് കാര്യങ്ങൾ മനസ്സിലായല്ലോ, അതൊരു റോബോട്ടിക് ബാറ്റ് ആണെന്ന്. ഇനി അവൻ പേടിക്കില്ല, പേടിക്കേ ഇല്ല. ഇത് ഞാൻ അവനോട് സ്വയം പറയാനിരിക്കായിരുന്നു, ഇതൊരു റോബോട്ടിക് ബാറ്റ് ആണെന്നുള്ള കാര്യം. അവനോട് മാത്രമല്ല, ഈ ലോകത്തോട് മൊത്തം ഞാൻ ഈ കാര്യം അറിയിക്കുമായിരുന്നു. നീ ഉണ്ടാക്കിയതല്ലേ. ആദ്യം ആ കുട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, എന്നാലേ ശരിയാവുള്ളൂ. നല്ല കാര്യം ഇന്നത്തെ കാലത്ത് ചെയ്താൽ ആർക്കും മനസ്സിലാവില്ലെന്നേ. നല്ലതെന്ന് വിചാരിച്ചാണ് ഞാൻ പോയത്. നല്ലവരെ ആരെയും കാണാൻ പറ്റില്ല. എന്റെ മനസ്സ് എന്താ പറഞ്ഞെന്നറിയോ? എന്നെക്കാളും നല്ലവൻ ഇവിടെ ആരുമില്ലെന്ന്. ഇനി ആ കുട്ടീനെ ശരിക്കും പറഞ്ഞു മനസ്സിലാക്കിക്കണം ഞാൻ എത്രത്തോളം നല്ലവനാണ് എന്നുള്ളത്. രേവ, നീ എന്റെ സൈക്കിളുമായിട്ട് പുറകെ വന്നേക്ക്. ഈ ബാറ്റ് അതിന്റെ ഉടമസ്ഥന്റെ അടുത്താണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ, ലഡു സിംഗ് സാറിനോട് ഇൻഫോം ചെയ്യാൻ മറക്കണ്ട. ഓക്കെ ശിവ, ഞങ്ങൾ അങ്ങോട്ട് എത്തിക്കോളാം. ലഡു സിംഗ് സാർ, ശിവയെ ബാറ്റ് പൊക്കിക്കൊണ്ട് പോയി. ആ കാടിന്റെ ഭാഗത്താ പോകുന്നത്. സാർ പെട്ടെന്ന് വാ. ഡോണ്ട് വറി രേവാ, ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. നിങ്ങളാരോ? ഈ റോബോട്ടിക് ബാറ്റിനെ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞനാണ് ഞാൻ. അറിയോ നിനക്ക്? ഇന്നെന്റെ കൺമുമ്പിൽ വെച്ച് തന്നെ എന്റെ പഴയ കൂട്ടുകാരനായ ചിന്താചാര്യ തെറ്റുകൾ ഒരുപാട് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുക. പക്ഷേ അയാൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഈ ലോകത്ത് മുഴുവൻ എല്ലാം ചീത്ത ആളുകളാണെന്നേ. ഇനി നിനക്ക് നല്ലൊരാളെ കാണണമെന്നുണ്ടെങ്കിൽ അതെ, ഈ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ റോബോട്ടിക് ബാറ്റ്സ് ഉണ്ടല്ലോ, എന്റെയും ഈ ടാഗോർ സാറിന്റെയും ജോയിന്റ് ക്രിയേഷൻ മാത്രമാണ്. പക്ഷെ ക്രെഡിറ്റിന്റെ സമയം വന്നപ്പോൾ ഉണ്ടല്ലോ, എല്ലാരും അദ്ദേഹത്തെ മാത്രമേ പ്രശംസിച്ച്. പക്ഷെ എന്നോട് ഒരു വാക്ക് പോലും ആരും ചോദിച്ചില്ല. ഞാൻ കഷ്ടപ്പെട്ട ദിവസവും സമയവും എല്ലാം വേസ്റ്റ് ആയില്ലേ. അന്ന് ഇത് എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ സമയം. സാറേ, ഇതാണ് എന്റെ ന്യൂ ക്രിയേഷൻ, റോബോട്ടിക് ജയന്റ് ബാറ്റ്സ്. യുദ്ധം നടക്കുന്ന സമയത്ത് ഇതിനെ കൊണ്ട് സാറിന് ഒരുപാട് ഉപയോഗം ഉണ്ടാവും. ആഹാര സാധനങ്ങളായാലും ആയുധങ്ങളായാലും എന്തു തന്നെയായാലും ഇതിലൂടെ നമുക്ക് എത്തിക്കാവുന്നതാണ്. ഇത് വളരെ നല്ല കാര്യമാണ് സാർ. ആണോ? ഓ, അപ്പൊ നമുക്ക് ഇതിനെ കൊണ്ട് ഫയർ ചെയ്യാനും പറ്റുമോ? ആണ് സാറേ, ശത്രുക്കളുടെ താവളത്തിൽ ബോംബിടാനുള്ള കഴിവും ഉണ്ട് ഇതിന്. സാറ് നോക്ക്, ശത്രുക്കൾക്കാണെങ്കിൽ ഒരു സംശയവും വരികയില്ല. നമുക്കിതിനെ കൊണ്ട് ഉപകാരം മാത്രമേ ഉള്ളൂ. വെൽ ഡൺ മിസ്റ്റർ ഠാക്കൂർ, യു ആർ ജീനിയസ്. എനിക്ക് ഇതുപോലെ ഒരു ഇൻവെൻഷനെയാണ് ആവശ്യമുണ്ടായിരുന്നത്. നിങ്ങളെ പോലെ ഒരു സയന്റിസ്റ്റിനെ ഈ ലോകത്തിന് ആവശ്യമാണ്. താങ്ക് യു സാർ.
അന്ന് ഇയാൾക്ക് എന്തുമാത്രം പ്രശംസയാ കിട്ടിയെന്നറിയോ? പക്ഷെ എനിക്കോ നല്ലൊരു വാക്ക് പോലും ആരും എന്നോട് പറഞ്ഞില്ല, നിങ്ങൾക്കറിയോ? അതുകൊണ്ട് എല്ലാ റോബോട്ടിക് ബാറ്റിനെയും എന്റെ കൈക്കലാക്കി ഞാൻ. ഇനി ഞാൻ എന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഇനിയിപ്പോ ഈ ബാറ്റുകളെല്ലാം ഉപയോഗിച്ച് ലോകം മുഴുവനും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. വേണേ നിങ്ങൾ നോക്കോ, കുറ്റം മുഴുവനുണ്ടല്ലോ ആ ഇരിക്കുന്ന ആൾക്കാണ് കിട്ടാൻ പോകുന്നത്. ഞാനും വേണമെങ്കിൽ എല്ലാവർക്കും തിരി കൊളുത്തി അങ്ങ് വിടും. അതായത് ഞാൻ എന്താ പറയാൻ പോകുന്ന അറിയോ? ആരാണ് ഇത്രയും നാശം ഉണ്ടാക്കുന്ന റോബോട്ടിക് ബാറ്റ്സിനെ ഉണ്ടാക്കിയത്? ആരാണത്? നമ്മുടെ രാജ്യത്തിലുള്ള എല്ലാ സാധനങ്ങളെയും എല്ലാ ആളുകളെയും ഇത് നശിപ്പിക്കുന്നുണ്ടല്ലോ. ഇതിങ്ങനെ വെറുതെ വിടരുത്. അങ്ങനെ ടാഗോ സാറിനെതിരെ പോലീസുകാർ വന്ന് കേസെടുക്കും, പിന്നെ ജയിലിലാവും. നിങ്ങൾ ഒരു കാര്യം മറക്കുന്നു. മോശമായ പ്രവൃത്തി മോശത്തിലേ ചെന്ന് അവസാനിക്കൂ. പക്ഷെ ഞാൻ ആള് മോശമൊന്നുമല്ലോ, ഞാൻ വളരെ നല്ലവനല്ലേ. നല്ലവരാരെയും എനിക്ക് ഇതുവരെയും കാണാൻ പറ്റിയില്ല. എന്നെക്കാളും ആരും നല്ലവനുമില്ല. ഹീരാ! നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ തൽക്കാലത്തേക്ക് ഇതിന്റെ അകത്തേക്ക് ഇരിക്ക്, എന്നിട്ട് നാശനഷ്ടങ്ങൾ കണ്ട് രസിക്ക്. ഇത് വേദാ നഗരത്തിൽ മൊത്തം ബോംബിട്ടുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവിടുത്തെ ആളുകളുടെ മേളിൽ ഇത് ചുങ് ചുങ് എന്ന് പറഞ്ഞ് ലേസർ ഗൺ കൊണ്ട് വെടിവെക്കും. അങ്ങനെ നാട്ടിലെ ജനങ്ങളെല്ലാം മരിച്ചു പോവും. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? വേണ്ട വേണ്ട, നീ അങ്ങനെ ചെയ്യരുത് പ്ലീസ്. നീ അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്കിൾ, നമ്മൾ എങ്ങനെയെങ്കിലും ഇത് പൊളിച്ച് പുറത്ത് കടക്കണം. അത് ഞാൻ തന്നെ ചെയ്യാം. രവ, എന്റെ സൈക്കിളും കൊണ്ട് നിങ്ങളിപ്പോ ഏതുവരെ എത്തി? ശിവ, we are on the way. നീ പറന്ന മുകളിലേക്ക് പോയത് ഞങ്ങൾ കണ്ടതാ. ലഡു സിംഗ് സർ, ഒരുപാട് ബാറ്റ്സ് നഗരം മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി പറന്നു വന്നോണ്ടിരിക്കാണ്. എല്ലാവരും അലർട്ട് ചെയ്യൂ. ഓക്കേ ശിവ. അവിടെ 4 കളറുള്ള വയർ കാണാൻ പറ്റുന്നുണ്ടോ? റെഡ്, ഗ്രീന്, യെല്ലോ, പിന്നെ ബ്ലാക്ക്. റെഡ് വയർ ബ്ലാക്കുമായിട്ടും പിന്നെ ഗ്രീൻ വയർ യെല്ലോവുമായിട്ട് യോജിപ്പിക്കുക. അങ്കിൾ, ഞാൻ വയറുകൾ തമ്മിൽ തമ്മിൽ മാറ്റി. അത് വളരെ നന്നായി ശിവ. ഈ ബാറ്റ് ഇപ്പോ നമ്മുടെ കൺട്രോളിലാണ് ഉള്ളത്. കൊള്ളാം. പിന്നെ ഞാൻ ഈ വേദാ നഗരം മുഴുവനും ബോംബിട്ട് നശിപ്പിക്കുമല്ലോ. ആ കോന്തൻ സയന്റിസ്റ്റിനെ ആളുകളെല്ലാം അന്വേഷിച്ച് ചെന്ന് അവനെ ചവിട്ടി ചമ്മന്തിയാക്കി കളയും. എങ്ങനെയുണ്ട്? എല്ലാവരും വീട്ടിലേക്ക് വേഗം പോയിക്കോളൂ. വവ്വാലുകൾ ഇവിടെ വന്ന് ബോംബ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. വേഗം വിട്ടോ പോകാൻ. ഈ റിമോട്ട് ഉപയോഗിച്ച് ഈ ബാറ്റുകളെല്ലാം നീ കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നാ പിടിച്ചോ. എന്റെ അമ്മോ, ഈ കുട്ടിനെ കൊണ്ട് ഞാൻ തോറ്റു. എന്റെ എല്ലാ കാര്യത്തിനും തടസ്സമായിട്ട് വന്ന് നിൽക്കുകയാണ് അവൻ. ആദ്യം ഈ പയ്യനെ എങ്ങനെയെങ്കിലും എന്റെ വഴിയിൽ നിന്ന് മാറ്റിയാലേ പറ്റൂ, അല്ലെങ്കിൽ ശരിയാവില്ലത്. വേഗം ചെന്ന് അവസാനിപ്പിക്ക. വേഗം പോ. എന്റെ സൈക്കിൾ എവിടെയാ? നിന്റെ പുറകെ വന്നോണ്ടിരിക്കുക. നീ താഴോട്ട് ഒന്ന് നോക്കിക്കേ. ഓക്കെ, ആ സൈക്കിൾ ഇങ്ങോട്ട് വിട്ടേക്ക്.
സാർ ഇവിടെ തന്നെ ഇരുന്നോ, ഞാൻ ഇവയൊക്കെ പുറത്തു കൊണ്ടുപോട്ടെ. ഇവ മോനെ വളരെ സൂക്ഷിക്കണേ. ശിവ, ആ വഴിക്ക് നീ പോകല്ലേ. അത് ഹൈ ഇന്റൻസിറ്റി ഇലക്ട്രിക്കൽ സോണാണ്. സോറി ലഡു സിംഗ് സർ, ഇവയൊക്കെ തടയാൻ വേറെ വഴിയൊന്നുമില്ല. വേദനഗരത്തിനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്തേ പറ്റൂ. ഹലോ, എന്തു പറ്റി അങ്കിൾ? നിങ്ങളുടെ ബാറ്റൊക്കെ പോയല്ലോ. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, മോശമായ പ്രവൃത്തികൾ മോശത്തിൽ അവസാനിക്കുമെന്ന്. ഇല്ല, ഒരു കുട്ടിയുടെ മുന്നിൽ ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. നിന്നെ ഞാൻ കൊല്ലും. കുട്ടി എന്ന് വിളിക്കരുത് അങ്കിൾ. ശിവ, ശിവ എന്നാണ് എന്റെ പേര്. പിന്നെ എന്റെ പേരാണ് ലഡ്ഡു സിംഗ്. ആൻഡ് നൗ യു ആർ അണ്ടർ അറസ്റ്റ്. താങ്ക് യു ശിവ, താങ്ക് യു. നമ്മുടെ ഈ വേദനഗരത്തെ ഈ ദുഷ്ടനിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നല്ലത് ഞാൻ നോക്കി പോയപ്പോൾ എനിക്കാരെ നല്ലതായിട്ട് കാണാൻ പറ്റിയില്ല. എന്റെ മനസ്സ് എന്റെ അടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? അവനെക്കാളും നല്ലവരാരുമില്ലെന്നാണല്ലോ പറഞ്ഞത്.